നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭഗത് സിംഗിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആൻസിസ്ട്രൽ ഹൗസ്, അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ബോർഡാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് ആൻസിസ്ട്രൽ ഹൗസ് ഓഫ് സർദാർ ഭഗത് സിംഗ് എന്ന്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി കാണാനായിട്ട് പോവുകയാണ്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇതാണ് അദ്ദേഹം താമസിച്ച വീടിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇനി നമുക്ക് അകത്ത് പോയി ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ അനുവദിക്കുമെന്ന് അറിയില്ല. നമുക്ക് അകത്ത് പോയി കാണണം. ഗൈസ്, ഇതാണ് നമ്മുടെ ഭഗത് സിംഗിൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീടെന്ന് പറയുന്നത്. ഇത് കണ്ട ഒരു ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പഴയ മോഡല്, എനിക്ക് തോന്നി ഒരു പഞ്ചാബി അല്ലെങ്കിൽ ഒരു മുഗൾ സ്റ്റൈല് വീടാണ്. ഇത് ഫുൾ ഇഷ്ടിക കൊണ്ടാണ്. വളരെ ചെറിയൊരു വീടാണ്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പോയി അകമൊക്കെ കണ്ടു. അതിൽ കുറച്ച് 3-4 മുറികളുണ്ട്. ഓരോ മുറിയിലും ചെറിയ ബെഡ്, എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തെ ബെഡുകൾക്ക് പൊക്കം കുറവായിരിക്കും. വളരെ ചെറിയ ബെഡുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ അലമാരയ്ക്കുള്ളിൽ ആ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്ലേറ്റുകളും പാത്രങ്ങളും പിന്നെ അന്നത്തെ അടുപ്പുകളും, അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബ വീടിൻ്റെ ഒരു ചെറിയൊരു കുടുംബ വീടാണ്, ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അനുവദീയമല്ല. എന്നാൽ ഇതാണ് ആ ഒരു ബിൽഡിങ്. അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിൻ്റെ നാടിതാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിതാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഉള്ളിൽ അദ്ദേഹത്തിന് ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ വരിക. നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ, നമുക്ക് എന്നും വികാരമായിട്ടുള്ള ഭഗത് സിംഗിൻ്റെ ഈ വീട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.